ദൈവവചന പഠനത്തിനായിട്ട് ഉത്സാഹപൂർവ്വം കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായിട്ടും കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവൻ്റെ ആധാരമാണല്ലോ. നാം കഠിനപ്പെട്ടിരിക്കുമ്പോൾ നമ്മെ തകർക്കുന്നതും നാം തകർന്നിരിക്കുമ്പോൾ നമ്മെ പണിയുന്നതുമാണ് കർത്താവിൻ്റെ വചനം. ദൈവവചനം കൂടാതെ നമുക്കൊരു ജീവിതമില്ല. ദൈവത്തിൻ്റെ വചനമാണ് നമ്മെ ജീവിപ്പിക്കുന്നത്, നമ്മെ നയിക്കുന്നത്, നമ്മെ സഹായിക്കുന്നത്. ആ വചനത്തോട് എനിക്കറിയാം, പകലത്തെ അധ്വാനം എല്ലാം കഴിഞ്ഞ് ഒത്തിരി പരിശ്രമങ്ങൾക്ക് ശേഷം ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നിട്ടും വചനം പഠിക്കാനുള്ള താല്പര്യത്തോടെ കടന്നു വന്നവർക്കായി സ്തോത്രം. എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതിശ്രേഷ്ഠനാണ്. അവിടുന്ന് പ്രവാചകന്മാരെക്കാൾ, അവിടുന്ന് ദൂതന്മാരെക്കാൾ, മോശയേക്കാൾ, പറഞ്ഞാട്ടെ, യോശുവേക്കാളും ആചാരപരമായ ശബത്തിനേക്കാളും അവിടുന്ന് ശ്രേഷ്ഠനാണ്. സ്തോത്രം. നമ്മൾ 5-ാമത്തെ ഹെഡിങ്ങിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആരേക്കാൾ ശ്രേഷ്ഠനാണ്? അഹരോനേക്കാൾ ശ്രേഷ്ഠനാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പഴയ നിയമത്തിലെ ആദ്യത്തെ മഹാപുരോഹിതനായിരിക്കുന്ന അഹരോനേക്കാൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, അഹരോനേക്കാൾ എന്ന് പറഞ്ഞാൽ അഹരോനും അതിനുശേഷം വന്ന പഴയ നിയമത്തിലെ എല്ലാ മഹാപുരോഹിതന്മാരെക്കാളും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ശ്രേഷ്ഠനാണ്. അവിടുന്ന് ആ നിലയിൽ ശ്രേഷ്ഠനായിരിക്കുന്നതിൻ്റെ 2 കാരണങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിക്കുകയുണ്ടായി. എന്തൊക്കെയാണ്? ഒന്ന്, പ്രാർത്ഥനയിൽ സഹോദരനെ ഓർത്തു, രാജസോദരനെ ഓർത്തു, രാജസോദരനെ ഓർക്കുന്നുണ്ട്. സ്തോത്രം. അവിടുന്ന് പാപരഹിതനാണ്. നമുക്കൊരു മഹാപുരോഹിതൻ ഉണ്ട്. നമുക്കുണ്ടോ? നിങ്ങൾക്കില്ലല്ലോ. നിങ്ങൾ ഈ പൗരോഹിത്യ വ്യവസ്ഥിതിയൊക്കെ വിട്ടു പോയല്ലോ. നിങ്ങൾക്ക് മഹാപുരോഹിതൻ ഇല്ലല്ലോ, പൗരോഹിത്യമില്ലല്ലോ എന്നാണ് ഈ യഹൂദ വിശ്വാസികൾ വിട്ടുപോകുന്ന മതത്തിലുള്ള യഹൂദ മതക്കാർ ഇവരോട് ചോദിക്കുന്നത്. അപ്പോൾ ലേഖനകർത്താവ് ദൈവാത്മാവിൽ കൂടെ അവരോട് പറയുകയാണ്, നമ്മളത് കണ്ടു 4-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യത്തിൽ, ദൈവപുത്രനായ യേശു, ആകയാൽ ദൈവപുത്രനായ യേശു, 14-ാം വാക്യം, ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ. അപ്പം നമുക്ക് ആരുണ്ട്? ആ വാക്കുകളെല്ലാം അതാ പറയുന്നത്. 7:26 എന്താ? ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. അപ്പോൾ നമുക്കൊരു മഹാപുരോഹിതൻ ഉണ്ട്. സ്തോത്രം. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത്. പല ആളുകളും പല കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മളോട് ചോദിക്കും, നിങ്ങൾക്കതില്ലേ, നിങ്ങൾക്കിതില്ലേ എന്ന് ചോദിച്ചാൽ നമുക്കുണ്ട്. അത് ഒരു അപ്ഡേറ്റഡ് വേർഷനിലാണ്. നമ്മുടെ ഇന്നത്തെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ അതിൻ്റെ ശരിയായ അർത്ഥത്തിലാണ് നമുക്കുള്ളത്. പെസഹയുണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? പെസഹ ഞങ്ങൾ ആചരിക്കുന്നില്ല, ഞങ്ങൾ പെസഹ അനുഭവിക്കുന്നു എന്നുള്ളതല്ല. ശബത്തിനെ പോലെ പിന്നെന്താ? അനുഭവിച്ചു. എന്താ പെസഹ എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം എന്താ? പാസ് ഓവർ. എന്താ? കടന്ന് പോവുക. നമ്മുടെ ജീവിതത്തിൽ എന്ത് പാടുന്നില്ല നമ്മൾ? എന്താ? സംഹാരദൂതൻ എന്നെ കടന്നുപോയി. നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു. അപ്പോൾ നമുക്കുണ്ട്. അതെങ്ങനെ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്കുള്ളതിനേക്കാൾ, അതാണ് ഇവിടുത്തെ താരതമ്യം, നിങ്ങൾക്കുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട ശ്രേഷ്ഠനായ, മോർ സുപ്പീരിയർ, മോർ എക്സലൻറ്റ് ആയ ഒരു മഹാപുരോഹിതൻ നമുക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഉണ്ട്. അതൊന്നാമത്തെ കാരണം. അവിടുന്ന് ഞങ്ങളുടെ മഹാപുരോഹിതൻ പാപരഹിതനാണ്, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. യേശു കർത്താവ് ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം 27-ാം വാക്യം 7:27, ആ മഹാപുരോഹിതന്മാരെ പോലെ, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, നിങ്ങളുടെ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിൻ്റെ പാപങ്ങൾക്കായും യാഗം അർപ്പിപ്പാൻ ആവശ്യമില്ലാത്തവനാണെന്ന് പറഞ്ഞാൽ അവൻ പാപരഹിതനാണ്. രണ്ടാമത് നമ്മൾ ചിന്തിച്ചു, എന്താണ്? അവൻ പൂർണ്ണനായ
അല്ലെങ്കിൽ തികവുള്ള മഹാപുരോഹിതനാണ്. 27-28 നമ്മൾ വായിക്കുന്ന ന്യായപ്രമാണം എന്താ നോക്കിക്കോ. ന്യായപ്രമാണം ബലഹീന മനുഷ്യരെ മഹാപുരോഹിതന്മാരാക്കുന്നു. ന്യായപ്രമാണത്തിന് പിമ്പുള്ള ആണയുടെ വചനമോ എന്നേക്കും തികഞ്ഞവനായ പുത്രനെ പുരോഹിതനാക്കുന്നു. അപ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന് പിമ്പുള്ള ആണയുടെ വചനം, അത് നമ്മൾ ചിന്തിക്കും. ആ ആണയിട്ടുറപ്പിച്ച ആ മഹാപുരോഹിതൻ ആരാണ്? തികവുള്ളവനാണ്. ആ വാക്ക് തെറ്റിപ്പോകരുത്. 7:28 എന്നേക്കും തികഞ്ഞവനായി തീർന്ന 3 അതിനോട് ചേർന്ന് 3 ഭാഗങ്ങൾ ചേർത്ത് അത് ആ ഭാഗത്തെ മനസ്സിലാക്കണം. 5-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾ, 7-8-9 വാക്യങ്ങൾ. 5-ാം അധ്യായത്തിൻ്റെ 7-8-9, 2-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യം, അതുപോലെ 7-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം. ഈ 3 പോർഷനും ഒരുമിച്ച് ചേർത്ത് വേണം അത് മനസ്സിലാക്കാൻ. അപ്പോൾ അവിടുത്തെ ഒരു പ്രയോഗം നമ്മളെ തെറ്റിച്ച് കളയുക അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകില്ല. ഈ 5-ാം അധ്യായത്തിൻ്റെ 7 മുതൽ വായിക്കുമ്പോൾ 8-9 നമുക്ക് വായിക്കാം. 8-9 പുത്രനെങ്കിലും മോനെ വായിച്ചു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കർത്താവിൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ച് ആ പോർഷൻ നമ്മുടെ യേശുക്രിസ്തു മഹാപുരോഹിതൻ എന്ന നിലയിൽ അതിശ്രേഷ്ഠൻ എന്നുള്ള പോർഷൻ ശ്രദ്ധിക്കണേ. 4-ാം അധ്യായം 14 മുതൽ 5-10 വരെയും പിന്നീട് 6-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 7-ൻ്റെ ഒടുവിലത്തെ വാക്യം വരെയാണ്. ആ പോർഷനിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. യേശു കർത്താവ് തികഞ്ഞവനാണ്. അപ്പോൾ അതിൽ 5-ാം അധ്യായത്തിൽ പറയുമ്പോൾ അവിടെ ശ്രദ്ധിക്കണം. എന്താ? പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായിത്തീർന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞെങ്കിലും ഈ ദിവസങ്ങളിൽ വീണ്ടും ഒന്നുകൂടെ അതൊന്ന് എംഫസൈസ് ചെയ്യണമെന്ന് ദൈവാത്മാ പ്രേരിപ്പിച്ചുകൊണ്ട് പറയുകയാണ്. ഈ യഹോവയുടെ സാക്ഷികൾ എടുക്കുന്ന ഒരു വാക്യമാണ്. അവർ പറയുന്നത് യേശുക്രിസ്തു ആരല്ല? തികഞ്ഞവൻ അല്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് തികഞ്ഞവനായി തീർന്നു എന്നുള്ളതാണ്. 7:28 അങ്ങനെയാണല്ലോ, തികഞ്ഞവനായി തീർന്നു. 5-8-9 വാക്യങ്ങളിലും തികഞ്ഞവനായി തീർന്നു. അപ്പോൾ പൂർണ്ണനല്ല, പൂർണ്ണനായി തീർന്നതാണ്. അയ്യോ, നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കൂ യഹോവയുടെ സാക്ഷികളെ. നിങ്ങൾ ഒരു കുലപ്പഴത്തിൽ നിന്ന് പഴം ഉരിഞ്ഞ്, നമ്മൾ കടയിൽ പഴം ഉരിഞ്ഞാണോ വയ്ക്കുന്നത് വിൽക്കാൻ? ആണോ? നമ്മൾ കടയിൽ ചെല്ലുക പഴം വാങ്ങിക്കാൻ. അപ്പോൾ കടക്കാരൻ എല്ലാ പഴവും ഉരിഞ്ഞുരിഞ്ഞ് വെച്ചിരിക്കുക. 2 കിലോ പഴം എടുക്കുക. നമ്മൾ പറയുമോ വേണ്ട, നിൻ്റെ പഴം ഞങ്ങൾക്ക് വേണ്ട? നിങ്ങൾ കോണ്ടെക്സ്റ്റിൽ നിന്ന് ദൈവവചനത്തിൻ്റെ സത്യങ്ങളെ വികലമാക്കുന്നവരാണ് നിങ്ങൾ. അവിടെ തന്നെ എഴുതിയിട്ടുണ്ട് 8-ാം വാക്യം. എന്താ തുടങ്ങുന്നത്? എങ്ങനെയാ 8-ാം വാക്യം? പുത്രനെങ്കിലും അവനാരാ? നിത്യനായ പുത്രനാണ്. ദൈവത്തോടുകൂടെ സമത്വമുള്ള ഗോഡ് ഹെഡിൽ സാരാംശത്തിലും സത്തയിലും ഒന്നായിരിക്കുന്ന, ആരെയും അനുസരിക്കാൻ ആവശ്യമില്ലാത്ത. അതാണ് അവിടെ അവർ പറയുന്ന ഒരു കാര്യമാണ്. ദൈവമാണെങ്കിൽ എന്ത് ചെയ്യണ്ട? ആരെയും അനുസരിക്കേണ്ട ആവശ്യമില്ല. അതന്നെ അവിടുത്തെ ധ്വനിയതല്ലേ? 8-ാം വാക്യം വായിക്കുമ്പോൾ അതല്ലേ ധ്വനി? പുത്രൻ എങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തീർന്നു. പുത്രനാണ്, ആരെയും അനുസരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ആ നിത്യപുത്രൻ ആരായി? മനുഷ്യപുത്രനായി. നമ്മളത് ചിന്തിച്ചതാണ്. മസിഹാപുത്രനായി വന്നു. 2-ാം അധ്യായം 17-18 ഒന്ന് നോക്കിക്കേ. 2:17-18. അതുകൊണ്ട് ജനത്തിൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ഇവിടെ യേശു കർത്താവിൻ്റെ മഹാപൗരത്വത്തോട് ബന്ധപ്പെട്ട് പറയുക. 2-ാം അധ്യായത്തിൽ അത് പറയാൻ എന്താ കാരണം? നമ്മൾ 2-ാം അധ്യായം ചിന്തിച്ചതാണ്. 2-ാം അധ്യായത്തിൽ ആരുമായിട്ടാണ് താരതമ്യം? ദൂതന്മാരുമായിട്ട്. അപ്പോൾ അവിടുത്തെ വിഷയം എന്താ? മനുഷ്യൻ ആരേക്കാൾ താണതാ? ദൂതന്മാരെക്കാൾ താണവരാണ്. അപ്പോൾ യേശു ആരാണ്? മനുഷ്യനാണ്. അങ്ങനെയാണെങ്കിൽ യേശു ആരേക്കാൾ താണതാണ്?
ദൂതന്മാരെക്കാൾ താണതല്ലേ? അപ്പോൾ അതിനൊരു ഉത്തരമാണ്, അതിൻ്റെ ഉത്തരമാണല്ലോ 14-ാം വാക്യം. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവനും അവരെ പോലെ എന്തായി? മക്കളെന്ന് ഉദ്ദേശിക്കുന്ന മനുഷ്യവർഗം. അവന് അവരെ പോലെ ജഡരക്തത്തിൽ വന്നു, അതായത് ദൂതന്മാരെക്കാൾ താണു വന്നു. അപ്പോൾ അതിൻ്റെ മറ്റൊരു ഉദ്ദേശമാണ് 17-ൽ, ഞാൻ അന്ന് വിശദീകരിക്കാതെ വിട്ടതാണ്. 17-ഉം 18-ഉം വാക്യം എന്താ? മഹാപുരോഹിതനാകണമെങ്കിൽ ആരെ പോലെ ആകണം? ആർക്കു വേണ്ടിയിട്ടാണോ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നത് അവരെ പോലെ ആകണം. അതുകൊണ്ട് ജനത്തിൻ്റെ പാപങ്ങൾക്ക് വഴിപാടും പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന് അവൻ തൻ്റെ സഹോദരന്മാരോട് സദൃശ്യനായി തീരുവാൻ ആവശ്യമായിരുന്നു. സഹോദരന്മാരെന്ന് പറഞ്ഞാൽ മനുഷ്യരെ പോലെ ആയിത്തീരുവാൻ, ആ പാപജടത്തിൻ്റെ സാദൃശ്യത്തിൽ വരുവാൻ, താണു വരുവാൻ ആവശ്യമായിരുന്നു. അതിൽ എന്തു വേണം? അനുസരണം വേണം. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങൾ 18-ാം വാക്യം 2-18 നോക്കിക്കേ. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ അവൻ അപ്പോൾ ഈ മഹാപുരോഹിതന് എന്ത് വേണം? പരീക്ഷിക്കപ്പെടുന്നവരെ ഇപ്പോൾ ആളുകൾ ഇവിടെ നമ്മൾ കാണുന്നുണ്ടല്ലോ, ആളുകൾ ചെന്ന് കുമ്പസാരിക്കുക. അപ്പോൾ ഇവിടെ ആ പോക്കറ്റിലല്ല കുമ്പസാരിക്കുന്നത്. ആ അതിവിശുദ്ധ സ്ഥലത്ത് കൃപാസനത്തിൽ നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. ആ മഹാപുരോഹിതൻ നമ്മെ സഹായിക്കാൻ അവൻ തികവുള്ളവനാണ്. അപ്പോൾ തന്നെ ബലഹീനരെ സഹായിപ്പാൻ അവൻ മനസ്സലിവുള്ളവനാണ്. എങ്ങനെ കഴിയും? താൻ തന്നെ നമ്മൾ എന്തൊക്കെ പ്രശ്നവുമായിട്ട് ചെല്ലുന്നോ അതൊക്കെ താൻ എന്ത് ചെയ്തിട്ടുണ്ട്? അനുഭവിച്ചിട്ടുണ്ട്. പുത്രനായതുകൊണ്ട് അനുഭവിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന് സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദൃശനായി തീർന്നു. മനസ്സിലാവുന്നുണ്ട്? സ്തോത്രം. അതുകൊണ്ട് യഹോവയുടെ സാക്ഷികളെ, നിങ്ങൾ കോണ്ടെക്സ്റ്റ് പഠിക്കൂ, സന്ദർഭം പഠിക്കൂ. അവൻ ദൈവപുത്രനാണ്, നിത്യപുത്രനാണ്. പക്ഷെ എന്തായി? മനുഷ്യപുത്രനായി. നിന്നെയും കൂടെ രക്ഷിക്കുവാൻ നീ അവനെ എന്താ ചെയ്യുന്നത്? അവൻ്റെ യഥാർത്ഥ ആ ഔന്നത്യത്തിൽ നിന്ന് ദൈവത്വത്തെ നിഷേധിച്ചുകൊണ്ട് നിത്യനാശത്തിലേക്ക് പോകുന്നു. ആളുകളെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. വാസ്തവം മറച്ചു വെച്ചു. പിശാച് എന്താ ചെയ്യുന്നത്? ആദ്യം മുതൽ വഞ്ചകനാണ്. വഞ്ചിക്കുക, പറ്റിക്കുക എന്നുള്ളതാണ്. ഈ അധർമ്മത്തിൻ്റെ മർമ്മം എന്താ ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ടെന്ന് അന്ന് പറഞ്ഞത് അന്ന് മുതൽ എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ മനസ്സിലാക്കുന്ന ഏദൻ തോട്ടം മുതൽ കർത്താവിന് 2000 ആണ്ട് വാഴ്ചയ്ക്കായിട്ട് ഇറങ്ങി വരുന്നത് വരെ എന്ത് ചെയ്യുന്നുണ്ട്? അത് വ്യാപരിക്കും. 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം ഒരു അല്പസമയം കൂടെ അത് അന്ന് എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? വഞ്ചിക്കും. ആളുകൾ എന്ത് ചെയ്യും? വഞ്ചിക്കുകയാണ് ആളുകളെ. അവിടെ നമ്മൾ 5:7 ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അപയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. അപ്പം അവർ ചോദിക്കുന്നത്, എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ദൈവമാണെങ്കിൽ പിന്നെ പ്രാർത്ഥിക്കണ്ടേ? ആവശ്യമുണ്ടോ? ഞാൻ തന്നെ പറയുമോ? നമുക്ക് ഒരുമിച്ച് പറയാം. ഉണ്ടോ? ദൈവമല്ലേ, അപ്പോൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? പറ. സ്റ്റക്കായിട്ട് നിൽക്കുന്നത് ഉണ്ടോ? അതാ പറഞ്ഞേ. എന്താ? ദൈവമാണ്. അപ്പോൾ തന്നെ അവിടുന്ന് ആരായി? മനുഷ്യനായി നമുക്ക് എല്ലാവിധത്തിലും നമ്മെ രക്ഷിക്കാൻ അവൻ യോഗ്യനാണെന്ന് ചെയ്തു തെളിയിക്കേണ്ടത് ആവശ്യമാണ്. വെറുതെ വന്ന് രക്ഷിക്കാൻ കഴിയുമെന്ന് കൊണ്ട് പറയുകയല്ല, വാക്കുകൾ കൊണ്ട് പറയുകയല്ല, തൻ്റെ ജീവിതം കൊണ്ട് താനെന്ത് ചെയ്തു? തെളിയിച്ചു. അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ എന്തെടുത്തു? ദാസരൂപം എടുത്തു. അപ്പോൾ ഇപ്പോൾ പുത്രൻ ആരാ? ഈ തൃത്വത്തിൽ പുത്രൻ ഇപ്പോൾ ആരാ? ദാസൻ. പിതാവ് ആരാ? യജമാനൻ. അപ്പോൾ ദാസൻ എന്ന നിലയിൽ എന്ത് ചെയ്യണം? എല്ലാ കാര്യത്തിലും യജമാനനെ അനുസരിക്കണം, ആലോചന ചോദിക്കണം. പിതാവ് പറയുന്നതാണ് ഞാൻ പറയുന്നത്. കർത്താവ് പറഞ്ഞു അല്ലേ? പിതാവ് എന്നോട് പറയുന്നതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പം ദാസനായതുകൊണ്ട്, ഈ മനുഷ്യപുത്രനായതുകൊണ്ട് എന്തു വേണം? അനുസരിക്കണം, പ്രാർത്ഥിക്കണം, അല്ലേ?
എല്ലാ ആവശ്യമാണ്. കഷ്ടം അനുഭവിച്ച് തികഞ്ഞവനാണെന്ന് കാണിക്കണം. അതാ കർത്താവ് ചെയ്തത്. അല്ലാത്തത് കൊണ്ടല്ല, ആയിരുന്നു. പക്ഷേ അവിടുന്ന് നമുക്ക് വേണ്ടി മനുഷ്യനായി തീർന്നു. ഓ ദൈവത്തിന് സ്തോത്രം. അവരുടെ വഞ്ചന വല്ലാത്തൊരു വഞ്ചനയാണ്. നിങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് സഹതാപവും ഉള്ളൂ, പക്ഷെ നിങ്ങൾ വഞ്ചിക്കുന്നതിൽ ഞങ്ങൾക്ക് അതിയായ പ്രതിഷേധവും ഉണ്ട് എന്നേ അവരോട് നമുക്ക് പറയാനായിട്ടുള്ളത്. അവർ യഹോവയുടെ സാക്ഷികളെന്ന് പറയുമ്പോൾ അവരോട് നമുക്ക് പറയാനുള്ളത് ഈ യഹോവയാണ് ആര്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. പക്ഷേ ഈ യഹോവയെ തന്നെ ഞാൻ പല പ്രാവശ്യം അവരായിട്ട് സംസാരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ചില പ്രതിവാദങ്ങളിലൊക്കെ ഏർപ്പെട്ടപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് ദൈവമല്ല എന്ന് പറയുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വേറെ വഴിയിൽ കൂടെയൊക്കെ അവരെ കൊണ്ടുപോയപ്പോൾ ഇവരെന്താ പറയുന്നതെന്ന് അറിയാൻ വേണ്ടി, അപ്പോൾ അവർ പറയുന്നത് ദൈവം, അതായത് ഇവരുടെ യഹോവ അത്ര സർവജ്ഞാനി അല്ലെന്നുള്ള ധ്വനിയിലാണ്. അതായത് ഏദനിൽ മനുഷ്യൻ പാപം ചെയ്യുമായിരുന്നു എന്ന് ദൈവത്തിന് അറിയാൻ പാടില്ലായിരുന്നു എന്നാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ ദൈവം സർവജ്ഞാനിയല്ലേ? അല്ല, അത് ദൈവത്തിന് അറിഞ്ഞുകൂടാ. അത് ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ദൈവത്തിന് അറിയുന്നത്. എന്തൊരു കഷ്ടമാണെന്ന്, എന്തൊരു ദുരന്തമാണ്, എങ്ങനെയൊക്കെ. അപ്പോൾ ആ പാസ്റ്റർ അവരുടെ എന്താ പറയുന്നത്, അദ്ദേഹം അവരുടെ ഒരു വ്യാഖ്യാന പുസ്തകമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനുമായിട്ട് സംസാരിക്കുക, ഒരു വ്യാഖ്യാന പുസ്തകമുണ്ട്. അപ്പോൾ നമ്മൾ ഏതൊരു വാക്യം പറഞ്ഞാലും ഉടനെ ആ പുസ്തകം എന്ത് ചെയ്യും? നിങ്ങളുടെ ഒരു കഷ്ടം സഹോദരങ്ങളെ, നമുക്ക് അവരോട് അതാ പറയാനായിട്ടുള്ളൂ. എന്നാൽ നമ്മുടെ ഒരു ഭാഗ്യം നോക്കി, നമുക്ക് ഒരു പുസ്തകത്തിൻ്റെ ഇന്നത് നമ്മൾ പഠിപ്പിക്കുന്നു എന്നല്ല. വേദപുസ്തകം വായിച്ച വേദപുസ്തകത്തിൽ അതിൻ്റെ സന്ദർഭമനുസരിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് എന്ത് രേഖപ്പെടുത്തിയിരിക്കുന്നുവോ അത് വിശ്വസിക്കാനും പ്രസംഗിക്കുവാനും പഠിപ്പിക്കുവാനായിട്ടുള്ള സ്വാതന്ത്ര്യം കർത്താവിൻ്റെ വചനത്തിൽ വായിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ കർത്താവ് തികഞ്ഞവനാണ്. പക്ഷേ തികഞ്ഞവനാണെങ്കിലും അവൻ ബലഹീനരെ സഹായിപ്പാൻ കഴിവുള്ളവനാണ്. മനസ്സലിവുള്ള, കരുണയുള്ള, അത് 2:17 കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്തനാണ്. തൻ്റെ കയ്യിൽ ആരെയൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നുവോ അവരുടെ കാര്യങ്ങളൊക്കെ പൂർണ്ണമാക്കി കൊടുക്കുവാൻ കഴിവുള്ള ഒരു മഹാപുരോഹിതനാണ്. തികവുള്ളവനാണ് എന്നുള്ളതിനാൽ തികഞ്ഞവരെ മാത്രം നോക്കി പോകുന്നില്ല, തൻ്റെ അടുക്കൽ വരുന്നവരൊക്കെ അവിടുന്ന് സഹായിക്കുന്നു. മൂന്നാമത്തെ കാരണത്തിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അവിടുന്ന് ശ്രേഷ്ഠ മഹാപുരോഹിതനായിരിക്കുന്നതിൻ്റെ മൂന്നാമത്തെ കാരണത്തിലേക്ക് നമുക്ക് വരാം. അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം നമുക്ക് ആരംഭത്തിൽ വായിക്കാം. 5-ാം അധ്യായം 6-ാം വാക്യം. ഇനി അതിൻ്റെ 6-ാം അധ്യായം 20-ാം വാക്യം. എന്നേക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നിത്യ പുരോഹിതനാണ്, അല്ലെങ്കിൽ നിത്യ മഹാപുരോഹിതനാണ്. നിത്യമായ പൗരോഹിത്യം കൈയാളുന്ന അല്ലെങ്കിൽ നിത്യനായ മഹാപുരോഹിതനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. അതാണ് എന്നേക്കും മഹാപുരോഹിതൻ. 6:20. എന്നേക്കും മഹാപുരോഹിതനായി കടന്നു പോയിരിക്കുന്നു. 7:17 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് മാറാത്ത പൗരോഹിത്യം ഉള്ളവനാണ്, എന്നേക്കും മഹാപുരോഹിതനാണ്. അവിടുന്ന് നിത്യനായ മഹാപുരോഹിതനാണ്. അവിടെ ആ താരതമ്യം നമ്മൾ ഓർത്തല്ലോ, അത് ഒരിക്കലും മറക്കരുത്. എബ്രായ ലേഖനത്തിൽ താരതമ്യമാണ്.
മോശയേക്കാൾ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ മോശയും കർത്താവും തമ്മിലുള്ള താരതമ്യം. അതുപോലെ ഇവിടെയും താരതമ്യമാണ്. എന്താണ് താരതമ്യം? അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് 23-ാമത്തെ വാക്യം, മരണം നിമിത്തം അവർക്ക് നിലനിൽപ്പാൻ മുടക്കം വരിക കൊണ്ട് പുരോഹിതന്മാരായി തീർന്നവർ അനേകരാകുന്നു. ഇവനോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യം ആകുന്നു പ്രാപിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പുരോഹിതന്മാർ, അല്ലെങ്കിൽ അവർ ഇങ്ങനെ പറയാം, നിങ്ങളുടെ പൗരോഹിതന്മാർക്ക് ഒരു എന്നേക്കും പുരോഹിതന്മാരായ മഹാപുരോഹിതന്മാരായിരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? മാറ്റം വരും. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അവർ മാറി പോകും, വേറെ ആൾ വരും. അന്നത്തെ ഇവിടുത്തെ കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ മരണം നിമിത്തം അവർക്ക് നിലനിൽപ്പാൻ കഴിഞ്ഞില്ല. മരിച്ചു കഴിയുമ്പോൾ അടുത്ത മഹാപുരോഹിതൻ എന്ത് ചെയ്യും? നിയോഗിക്കും. അതുകൊണ്ട് ഉള്ള ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, ആർക്ക് വേണ്ടിയിട്ടാണോ ഈ ശുശ്രൂഷ ചെയ്യുന്നത് അവരെ, ഇപ്പം ഒരു പുരോഹിതൻ ഒരിടത്ത് ശുശ്രൂഷിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നു. ആളുകളെക്കുറിച്ചൊക്കെ തനിക്ക് അത്യാവശ്യം ഗ്രാഹ്യമുണ്ട്. ആളുകൾ വരുന്നു, അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നു, അവർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷകൾ ചെയ്യുന്നു. പൗരോഹിത്യം എന്ന് പറയുന്നത് അതാണല്ലോ. ദൈവകാര്യത്തിൽ 5-ാമത്തെ 1-ാം വാക്യം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതാണ്. മനുഷ്യരുടെ ഇടയിൽ നിന്ന് ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി ഫോർ ദ പീപ്പിൾ. അപ്പോൾ നേരിട്ട് മനുഷ്യർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലാനോ പ്രാർത്ഥിക്കാനോ വഴിപാടോ യാഗം അർപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ മനുഷ്യർക്ക് വേണ്ടി ശുശ്രൂഷിക്കുന്നവരാണ്, മനുഷ്യർക്ക് വേണ്ടി ദൈവത്തോട് സംസാരിക്കുന്നവരാണ് ആര്? പുരോഹിതന്മാർ. പ്രവാചകന്മാരോ? ദൈവത്തിന് വേണ്ടി മനുഷ്യരോട് സംസാരിക്കുന്നത്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ദൈവത്തിന് പറയാനുള്ള കാര്യങ്ങൾ മനുഷ്യരോട് പറയുന്നതാണ് പ്രവാചകന്മാർ. നേരെ തിരിച്ചാണ് പുരോഹിതന്മാർ. ഇയ്യോബ് പ്രാർത്ഥിക്കുന്നുണ്ട്, ഇയ്യോബ് വ്യസനിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നെയും അവനെയും തമ്മിൽ പറഞ്ഞു നിർത്തേണ്ടതിന് ഞങ്ങളുടെ നടുവിലൊരു മധ്യസ്ഥനില്ലല്ലോ. മധ്യസ്ഥനാണ് ആര്? ഈ പുരോഹിതൻ എന്ന് പറയുന്നത്. അപ്പോൾ പുരോഹിതന്മാർ ആയിരിക്കുന്ന ആളുകൾ ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോകുന്നത് ഈ മനുഷ്യർക്ക് എന്ത് വരുത്തും? ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു ഘടകമാണ്. അയ്യോ, ദൈവത്തിന് സ്തോത്രം, നമ്മുടെ മഹാപുരോഹിതൻ നിത്യനായ മഹാപുരോഹിതനാണ്. എന്താ ഗുണം? നമ്മൾ ചെല്ലുമ്പോൾ ഇതാരാ ചേട്ടൻ, എവിടുത്തെ, ഏത് പഞ്ചായത്തിലാണ്, എവിടുന്നാ വരണേ? ഒരു കുഴപ്പമില്ല. കാരണം അവിടുന്ന് നിത്യനായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നന്നായിട്ടറിയാം. മാറാത്ത പൗരോഹിത്യമാണ് യേശു കർത്താവ് പ്രാപിച്ചിരിക്കുന്നത്. അവിടെ താരതമ്യം, കമ്പാരിസൺ കറക്റ്റായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. മരണം നിമിത്തം അവർക്ക് നിലനിൽപ്പാൻ മുടക്കം വരികൊണ്ട് പുരോഹിതന്മാരായി തീർന്നവർ അനേകരാകുന്നു. ഒരു മനുഷ്യൻ്റെ ജീവകാലഘട്ടത്തിൽ തന്നെ പല മഹാപുരോഹിതന്മാരും വന്നു പോകാം, പല അച്ഛന്മാരും വന്നു പോകാം, പല പാസ്റ്റർമാരും വന്നു പോകാം. ഞാനീ പറഞ്ഞ കൂട്ടങ്ങളൊക്കെ അതിൽ ഡിപ്പെൻഡ് ചെയ്യുന്നവരാണല്ലോ. അവർക്ക് സ്വയമേവ ചെയ്യാൻ കഴിയുമോ? ഇല്ല. പാസ്റ്ററില്ലാതെ ആരാധന നടത്താൻ പറ്റുമോ? പൗരോഹിത്യം ഇല്ലെങ്കിൽ പോലും ഒരു തരം പൗരോഹിത്യം, അലിഖിതമായ പൗരോഹിത്യം അവിടെയുണ്ട്. എപ്പിസ്കോപ്പൽ സഭകളിലൊക്കെ ഉള്ള ഒരു കുഴപ്പം അതാണ്. എന്നാൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കാരണം നമ്മൾ ആരെല്ലാം ആശ്രയിക്കുന്നത്? ഈ നിത്യ മഹാപുരോഹിതനിൽ മാത്രമാണ്. സ്തോത്രം. ഒരു സൂചിച്ചേട്ടനില്ലെന്ന് കരുതിയോ, അല്ലെങ്കിൽ ഒരു സഭാ ശുശ്രൂഷകനോ മൂപ്പനോ ഇല്ലെന്ന് കരുതി ഒരു ആരാധനയോ ഒരു മീറ്റിങ്ങോ ഒരു ശുശ്രൂഷയ്ക്ക് എന്തില്ല? ഒരു മുടക്കവുമില്ല, ഒരു കുഴപ്പമില്ല. എന്താ കാരണം? നമ്മൾ ആ മഹാപുരോഹിതൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിലാണ് സമ്പൂർണ്ണമായി ആശ്രയിക്കുന്നത്. കാരണം അവിടുന്ന് മാറാത്ത നിത്യ മഹാപൗരോഹിത്യം വഹിക്കുന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. അവർ എന്ന് പറഞ്ഞിട്ട് ഇവനോ, 24-ാം വാക്യം, ഇവനോ എന്നേക്കും ഇരിക്കുന്ന മഹാപുരോഹിതനാണ്. 23-ാം വാക്യത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അവർക്ക് നിലനിൽപ്പാൻ, മരണം നിമിത്തം അവർക്ക് നിലനിൽപ്പാൻ കഴിഞ്ഞില്ല. അടുത്ത കാരണത്തിലേക്ക് നമുക്ക് പോകാം. 4-ാമത്തെ കാരണം, അതിൻ്റെ അവിടെ തന്നെ ആ പോർഷനിൽ തന്നെ നമുക്ക് 7-ാമത്തെ
അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിലുണ്ട്. 7-ാം അധ്യായം 20 മുതൽ 22 വരെ ഒന്ന് വായിക്കാം. ആ ആ ആ ആ ദൈവത്തിന് സ്തോത്രം. അതായത് ആണയിട്ടുറപ്പിച്ച പൗരോഹിത്യമാണ് കർത്താവിൻ്റെ പൗരോഹിത്യം. പഴയ നിയമത്തിലെ പൗരോഹിത്യത്തിനെ നമ്മൾ പറയുന്നത് ലേവ്യ പൗരോഹിത്യം. അബ്രഹാമിൻ്റെ സന്തതികളായ ഇസ്രായേൽ ജനതയ്ക്ക് അവരുടെ അബ്രഹാമിൻ്റെ കൊച്ചുമകനായിരിക്കുന്ന യാക്കോബിന് 12 മക്കളുണ്ടായിരുന്നു, ആൺമക്കൾ, ഒരു മകളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ 12 മക്കളിൽ ഒരുവനാണ് ആര്? ലേവി. ആ ലേവിയുടെ ആ ഗോത്രത്തിൽ പിറന്ന അഹരോൻ്റെ ക്രമത്തിലുള്ളവരായിരിക്കണം ആര്? അഹരോനിൽ നിന്ന് അഹരോൻ്റെ വംശാവലിയിലുള്ളവരായിരിക്കണം ആര്? മഹാപുരോഹിതൻ. ലേവ്യ പൗരോഹിത്യം എന്നാണ് പറയുന്നത്. അതിൻ്റെ 7:11 നമ്മൾ വായിക്കുന്നു. ലേവ്യ പൗരോഹിത്യത്തെ സമ്പൂർണ്ണത വന്നെങ്കിൽ. അപ്പോൾ ആ പുരോഹിതന്മാർ അവരുടെ പൗരോഹിത്യത്തെ, ലേവ്യ പൗരോഹിത്യത്തെ ദൈവം ഒരിക്കലും ആണയിട്ട് ഉറപ്പിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പൗരോഹിത്യമായിരിക്കും എന്നേക്കും ഉള്ളത്, അതിനൊരു മാറ്റം വരികയില്ല എന്ന് ദൈവം ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം, പുത്രൻ്റെ പൗരോഹിത്യത്തെ സംബന്ധിച്ച് ലേവ്യ പൗരോഹിത്യം വന്നതിന് ശേഷം അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. 7:28 നമ്മളതാണല്ലോ വായിക്കുന്നത്. ന്യായപ്രമാണം ബലഹീന മനുഷ്യനെ മഹാപുരോഹിതന്മാരാക്കുന്നു. ന്യായപ്രമാണത്തിന് പിമ്പുള്ള ആണയുടെ വചനമോ, പിമ്പുള്ള എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിന് ശേഷം വന്ന ആണയുടെ വചനം. അതെവിടെയാണ്? 110-ാം സങ്കീർത്തനമാണ്. 110-ാം സങ്കീർത്തനം 4-ാം വാക്യം. 110-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാമത്തെ വാക്യം. 110 അല്ലേ? വായിച്ചേ. സങ്കീർത്തനം 110-4. നീ ആണോ മോനെ? തെറ്റിപ്പോയില്ല. ആ ആ ആ നീ മൽക്കിസദേക്കിൻ്റെ വിധത്തിൽ ആ ആ ആ നീ മൽക്കിസദേക്കിൻ്റെ വിധത്തിൽ എന്ന് പറഞ്ഞ ക്രമത്തിൽ, ഇൻ ദ ഓർഡർ ഓഫ് മെൽക്കിസദേക്ക്, മൽക്കിസദേക്കിൻ്റെ ക്രമത്തിൽ എന്നേക്കും പുരോഹിതൻ എന്ന് യഹോവ സത്യം ചെയ്തു, അനുദപിക്കുകയുമില്ല. കണ്ടോ? അപ്പോൾ ഇതെപ്പോൾ പറഞ്ഞതാ? ന്യായപ്രമാണത്തിന് മുമ്പാണോ പിൻപാണോ? മുൻപാണോ പിൻപാണോ? ന്യായപ്രമാണത്തിന് പിൻപ്. അതായത് അഹരോന്യ പൗരോഹിത്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ആ അഹരോന്യ പൗരോഹിത്യ ശുശ്രൂഷ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം പ്രവാചകനായ ദാവീദിനിലൂടെ ദൈവം പറയുകയാണ്. എന്താ പറയുന്നത്? നീ അവിടെ ആ സങ്കീർത്തനം മശീഹ സങ്കീർത്തന, കർത്താവിനോട് ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളം നിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക എന്ന് പറഞ്ഞു വന്നിട്ട് അവിടെ കർത്താവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുക. നീ മൽക്കിസദേക്കിൻ്റെ വിധത്തിൽ എന്നേക്കും ഒരു, പഴയ നിയമത്തിൽ അങ്ങനെ ഒരു വാക്യം എഴുതി വെച്ചിരിക്കുക, ദാവീദിലൂടെ ദൈവം എഴുതി വെച്ചിരിക്കുക. എന്ത്? നീ മൽക്കിസദേക്കിൻ്റെ വിധത്തിൽ എന്നേക്കും പുരോഹിതൻ എന്ന് യഹോവ സത്യം ചെയ്തു, അനുദപിക്കുകയില്ല. അപ്പോൾ അവിടെ ആണയിട്ട് എന്ത് ചെയ്യുക? ദൈവം ഉറപ്പിക്കുക. ആരുടെ മഹാപൗരോഹിത്യം? യേശുക്രിസ്തുവിൻ്റെ, നമ്മുടെ കർത്താവിൻ്റെ മഹാപൗരോഹിത്യം ആണയിട്ട് ഉറപ്പിക്കുകയാണ്. അപ്പോൾ അതവിടെ താരതമ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 7:20-21 എന്താ? 20-ാം വാക്യം നോക്കി. 7:20 അവർ ആണ കൂടാതെ പുരോഹിതന്മാരായി തീർന്നു. അവർ എന്ന് പറഞ്ഞാൽ ആര്? ലേവ്യ പുരോഹിതന്മാർ, അല്ലെങ്കിൽ അഹരോൻ്റെ ക്രമത്തിലുള്ള പുരോഹിതന്മാർക്ക് അവരുടെ പൗരോഹിത്യത്തിന് എന്തില്ല? ആണയിട്ട് അല്ലെങ്കിൽ സത്യം ചെയ്ത് ദൈവം സ്ഥാപിച്ചിട്ടില്ല അവരുടെ പൗരോഹിത്യം. 21 എന്താ? ഇവനോ നീ എന്നേക്കും പുരോഹിതനെന്ന് കർത്താവ് സത്യം ചെയ്തു, അനുദപിക്കുകയുമില്ല. അപ്പോൾ ദൈവം അനുദപിക്കില്ല എന്ന് പറയാൻ ആരോടുള്ള ബന്ധത്തിൽ കഴിയും? അത് പുത്രനോട് ബന്ധപ്പെട്ട പറയാൻ കഴിയുള്ളൂ. മനുഷ്യരോട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും അനുദപിക്കില്ലെന്ന് പറയാൻ കഴിയില്ല. എന്നാൽ പുത്രനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും കഴിയും. അതെങ്ങനെയാണ്? അതിൻ്റെ അർത്ഥം നമ്മൾ ആരിലായി തീർന്നു?
പുത്രനിലായി. അപ്പോൾ പുത്രനിലായതുകൊണ്ട് നമ്മുടെ രക്ഷ എന്താണ്? സുനിശ്ചിതമാണ്. അതിൽ ദൈവം എന്ത് ചെയ്യുന്നില്ല? അനുതപിക്കില്ല. പുത്രനിൽ നമ്മൾ പൂർണ്ണരാണ്. പുത്രനിൽ കൂടെയുള്ള രക്ഷ. അതാണല്ലോ നമ്മൾ 5:8 വായിച്ചത്, 8-9 വാക്യങ്ങളിൽ. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തീർന്ന് തന്നെ അനുസരിക്കുന്നവർക്ക് നിത്യരക്ഷയുടെ, അതിലേക്ക് നമ്മൾ വരും, നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. അപ്പോൾ ഇവനോ ദൈവം ആണയിട്ട് ഉറപ്പിച്ച പൗരോഹിത്യമാണ്, മാറാത്ത പൗരോഹിത്യമാണ് നമ്മുടെ കർത്താവ് പ്രാപിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അവരോട് പറയുക, നിങ്ങളെന്ത് ചെയ്യണ്ട, അവരുടെ പുരോഹിതൻ മഹാപുരോഹിതനേക്കാൾ, ആ പൗരോഹിത്യത്തേക്കാൾ ശ്രേഷ്ഠമായൊരു മഹാപൗരോഹിത്യമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനുള്ളത്. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു മഹാപുരോഹിതൻ ഉണ്ട്. നിങ്ങൾക്കത് കണ്ണുകൊണ്ട് കാണാനായിട്ട് കഴിയുന്നില്ലെങ്കിലും ആ മഹാപൗരോഹിത്യ ശുശ്രൂഷയുടെ കീഴിലാണ് നിങ്ങൾ ഉള്ളത്. അവിടെ 1-2 വാക്യം കൂടെ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വായിക്കണം. 6-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. 6-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 20 വരെയുള്ള നമ്മുടെ പോർഷനിലുള്ള വാക്യമാണ്. 6-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 20 വരെയുള്ള വാക്യം. അതുകൊണ്ട് ദൈവം വാഗ്ദത്തത്തിന്റെ അവകാശികൾക്ക് തന്റെ ആലോചന മാറാത്തതെന്ന് അധികം സ്പഷ്ടമായി കാണിക്കാൻ ഇച്ഛിച്ച് ഒരു ആണയാലും ഉറപ്പ് കൊടുത്തു. അങ്ങനെ നമ്മുടെ ഉപേക്ഷിച്ചുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്നത് മാറിപ്പോകാത്തത്. മതി, നമുക്ക് ആവശ്യം പോലെ പിന്നീട് വായിക്കാം. ഇവിടെ ആ 13 മുതൽ 17 വരെ അല്ലെങ്കിൽ ആ 20 വരെയുള്ള വാക്യങ്ങളിലെ അതിൻ്റെ ഒരു സത്ത എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. എന്താ? ഒരു ഉദാഹരണം എടുത്തിരിക്കുക. എന്താണ് ഉദാഹരണം? ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തപ്പോൾ, അതായത് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 16, 17, 18 വാക്യങ്ങളാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തപ്പോൾ തന്നേക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാൻ ആണയിടുവാൻ ഇല്ലാത്തത് കൊണ്ട്. മനുഷ്യർ സത്യം ചെയ്യുന്നത് എങ്ങനെയാണ്? ഏതെങ്കിലും മോശപ്പെട്ട ആളെ കൊണ്ടാണോ സത്യം ചെയ്യുന്നത്? തങ്ങളേക്കാൾ, സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മളെന്താ പറയുന്നത്? അമ്മയാണ് സത്യം എന്നാണ് പറയുന്നത്. അതവിടെ എഴുതിയിട്ടുണ്ട്. മനുഷ്യർ തങ്ങളെക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യും. അപ്പോൾ ദൈവത്തിന് തന്നേക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാൻ ഇല്ലാത്തത് കൊണ്ട് ദൈവം എന്ത് ചെയ്തു? തന്നെ കൊണ്ട് തന്നെ, ഉൽപ്പത്തി 22:18 താൻ തന്നെ കൊണ്ട് തന്നെ എന്ത് ചെയ്തു? സത്യം ചെയ്ത് ഉറപ്പിച്ചു. അപ്പോൾ അങ്ങനെ ദൈവം അബ്രഹാമിനൊരു വാഗ്ദത്തം ചെയ്ത് അത് ആ വാഗ്ദത്തം എന്ന് പറഞ്ഞാൽ ആ വാക്ക് ഓൾറെഡി പറഞ്ഞു. ആ വാക്കിനോടുകൂടെ എന്തുകൂടെ ചെയ്തു? സത്യം ചെയ്ത് ഉറപ്പിച്ചു. ആണയിട്ട് ഉറപ്പിച്ച ആ വാഗ്ദത്തം അബ്രഹാം സഹിഷ്ണുതയോടുകൂടെ കാത്തിരുന്നു പ്രാപിച്ചു. ഇതുപോലെ യേശുക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യത്തിൽ വിശ്വസിക്കുന്നവർക്കും എന്തുണ്ട്? സമ്പൂർണ്ണ രക്ഷയുണ്ട്. കാരണം യേശുക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യവും ദൈവം ആണയിട്ട് ഉറപ്പിച്ച, നീ മൽക്കിസദേക്കിൻ്റെ ക്രമത്തിൽ എന്നേക്കും പുരോഹിതൻ എന്നുള്ള വാഗ്ദത്തം പറഞ്ഞു. വാക്കുമുണ്ട്, പിന്നെന്തുണ്ട്? ആണയും ഉണ്ട്, സത്യം ചെയ്ത് ഉറപ്പിച്ചതുമാണ്. അതാണ് ആ പോർഷനിൽ. അത് മറ്റൊരു കാര്യം പറയുമ്പോൾ അത് വീണ്ടും ഒന്നുകൂടെ നമുക്ക് വായിച്ച് പറയാം. അപ്പോൾ അവർ ആണ കൂടാതെ പുരോഹിതന്മാരായി തീർന്നെങ്കിൽ, ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത് ഈ എപ്പിസ്കോപ്പൽ സഭകളിലുള്ള ആളുകളോടും അവിടുത്തെ പുരോഹിതന്മാരോടും പറയാനായിട്ടുള്ളത്, നിങ്ങൾ ഏത് ക്രമത്തിലുള്ള പുരോഹിതന്മാരാണ്? യേശുക്രിസ്തു ഏത് ക്രമത്തിലാണ്? ഏത് ഓർഡറിലാണ്? മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരമാണ്. നിങ്ങൾ ഏത് പൗരോഹിത്യമാണ് ഇന്ന് കൊണ്ട് നടക്കുന്നത്? ആ പൗരോഹിത്യത്തിന് മനുഷ്യനെ രക്ഷിക്കാനായിട്ട് കഴിയുമോ? ആ പൗരോഹിത്യത്തിൻ്റെ കീഴിലിരിക്കുന്നവരോടും ആ പൗരോഹിത്യത്തിലുള്ളവരോടും ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത്, അവർ ആണ കൂടാതെ പുരോഹിതന്മാരായി തീർന്നവരാണ്. അതിൻ്റെ അർത്ഥം അവർ എന്നേക്കും പുരോഹിതന്മാർ അല്ല. അങ്ങനെ ഒരു പൗരോഹിത്യം ഇല്ല. എന്നാൽ ഞങ്ങൾ ഇന്ന് കീഴ്പ്പെട്ടിരിക്കുന്ന ഞങ്ങൾക്കുള്ള മഹാപുരോഹിതൻ നിത്യമഹാപുരോഹിതനാണ്, നിത്യനായ മഹാപുരോഹിതനാണ്. മാത്രമല്ല
അവൻ ദൈവം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന്മാരിലൂടെ ആണയിട്ട് ഉറപ്പിച്ച പൗരോഹിത്യത്തിൻ്റെ മഹാപുരോഹിതനാണ്. ആ മഹാപുരോഹിത്യത്തിലാണ് ഞങ്ങൾ ഉള്ളത്. ആ പൗരോഹിത്യത്തിൻ്റെ കീഴിലാണ് ഞങ്ങളായിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അഞ്ചാമത്തെ പോയിന്റിലേക്ക് നമ്മൾ വരികയാണ്. യേശുക്രിസ്തു എന്തുകൊണ്ട് നമ്മുടെ കർത്താവും ശ്രേഷ്ഠനായ മഹാപുരോഹിതനായിരിക്കുന്നു എന്നുള്ളത്. അവിടുന്ന് ജനത്തിന് പൂർണ്ണത വരുത്തുന്ന പൗരോഹിത്യമുള്ളവനാണ്. ജനത്തിന് പൂർണ്ണത വരുത്തുന്നവനാണ്. വായിക്കാം നമുക്ക് 7-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. 7:11. മതി. അവിടെ ആ ഒരു വാക്ക് നമ്മൾ എടുക്കുന്നത് പൂർണ്ണത, പെർഫെക്ഷൻ. ലേവ്യ പൗരോഹിത്യത്താൽ സമ്പൂർണത വന്നെങ്കിൽ അതിന് കീഴല്ലോ ന്യായപ്രമാണം പ്രാപിച്ചത്. അഹരോൻ്റെ ക്രമപ്രകാരം എന്ന് പറയാതെ മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതൻ വരുവാൻ എന്താണ് ആവശ്യം? ലേവ്യ പൗരോഹിത്യത്താൽ സമ്പൂർണതയുണ്ടെങ്കിൽ പിന്നെ വേറെ ആ പൂർണ്ണതയുണ്ടെങ്കിൽ, പെർഫെക്ഷൻ ഉണ്ടെങ്കിൽ പിന്നെ വേറെ പൗരോഹിത്യം വരേണ്ട ആവശ്യം ഇല്ലല്ലോ. നമുക്ക് വായിക്കാം അതിൻ്റെ താഴെ 18-ാം വാക്യം, 18-19 വാക്യങ്ങൾ. മുമ്പിലത്തെ കൽപ്പന ഏതാ? ന്യായപ്രമാണം. ആ ന്യായപ്രമാണത്തിന് എന്തുണ്ട്? അതിൻ്റെ ബലഹീനതയും നിഷ്പ്രയോജനത്വവും നിമിത്തവും നീക്കവും. അവിടെ 19-ാം വാക്യത്തിൽ ന്യായപ്രമാണത്താൽ ഒന്നും പൂർത്തി പ്രാപിച്ചിട്ടില്ലല്ലോ. ഫോർ ദ ലോ മേഡ് നത്തിങ് പെർഫെക്റ്റ്. ആരെയും പൂർണ്ണരാക്കാൻ എന്തിനു കഴിഞ്ഞിട്ടില്ല? ന്യായപ്രമാണത്തിന് കഴിഞ്ഞിട്ടില്ല. അവിടെ സ്പെസിഫിക്കായിട്ട് പറയുന്നത് ലേവ്യ പൗരോഹിത്യത്തിന് കഴിഞ്ഞിട്ടില്ല. അതാണ് അതിൻ്റെ അർത്ഥം. പൗരോഹിത്യം മാറിപ്പോകുന്ന 11-ാം വാക്യം, പൗരോഹിത്യം മാറിപ്പോകുന്ന വർഷം ന്യായപ്രമാണത്തിനും മാറ്റം വരാൻ ആവശ്യം. അപ്പോൾ ഈ പൗരോഹിത്യത്തിന് നിങ്ങൾ വലിയ കാര്യമായിട്ട് കൊണ്ടു നടക്കുന്ന ഈ പൗരോഹിത്യത്തിന് ആരെയും പൂർണ്ണരാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആർക്കും പൂർണ്ണത വരുത്തുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്നാൽ അവിടെ ആ താരതമ്യം അവിടെ ഉണ്ട്. ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. അങ്ങനെയാണെങ്കിൽ മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതൻ വരുവാൻ എന്താണ് ആവശ്യം? അങ്ങനെ പൂർണ്ണത വരുത്താൻ കഴിഞ്ഞെങ്കിൽ എന്ന് പറഞ്ഞാൽ മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം വന്ന മഹാപുരോഹിതന് എന്ത് ചെയ്യാൻ കഴിയും? പൂർണ്ണത വരുത്താൻ കഴിയും. അത് 18-19 നോക്കിക്കേ. മുമ്പിലത്തെ കൽപ്പനയ്ക്ക് അതിൻ്റെ ബലഹീനതയും നിഷ്പ്രയോജനവും നിമിത്തവും നീക്കവും ന്യായപ്രമാണത്താൽ ഒന്നും പൂർത്തി പ്രാപിച്ചിട്ടില്ലല്ലോ. നാം ദൈവത്തോട് അടുക്കുന്നതിനുള്ള ഏറെ നല്ല പ്രത്യാശയ്ക്ക് സ്ഥാപനം വന്നിരിക്കുന്നു. എങ്ങനെയാണ്? ഫോർ ദ ലോ മേഡ് നത്തിങ് പെർഫെക്റ്റ് ബട്ട് ദ ബ്രിങ്ങിങ് ഇൻ ഓഫ് എ ബെറ്റർ ഹോപ്പ് ഡിഡ്. ആ ഡിഡ് എന്ന എന്താണ് അഡ്വർബ്, അതൊരു താരതമ്യം. അതായത് ലോ മേഡ് നത്തിങ് പെർഫെക്റ്റ് എന്നിട്ട് താഴെ പറയുക ദ ബ്രിങ്ങിങ് ഇൻ ഓഫ് എ ബെറ്റർ ഹോപ്പ്. നമ്മുടെ അവിടെ നമ്മൾ വായിച്ച ഏറെ നല്ല പ്രത്യാശ അത് ചെയ്തു എന്നാണ്. ഏത് ചെയ്തു? ന്യായപ്രമാണം അല്ലെങ്കിൽ ലേവ്യ പൗരോഹിത്യത്തിന് കഴിയാഞ്ഞ ആളുകളെ പൂർണ്ണരാക്കാൻ കഴിയാത്ത കാര്യം ആര് ചെയ്തു? ഈ പുതിയ പ്രത്യാശ ഏറെ നല്ല, മോർ എക്സലൻറ്റ്. ഈ എബ്രാഹിം ലേഖനത്തിൽ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണ് സുപ്പീരിയർ, മോർ എക്സലൻറ്റ്. ഈ ഏറെ നല്ലത് അവിടെ തന്നെ ഉണ്ടല്ലോ. 22-ാമത്തെ വാക്യത്തിൽ നോക്കിക്കേ. 22-ാം വാക്യം, അരുളി ചെയ്തവനിട്ട ആണയോടുകൂടെ തന്നെ ആണ കൂടാതെ അല്ല എന്നതിനൊത്തവണ്ണം വിശേഷമേറിയ നിയമത്തിന് യേശു. കണ്ടോ? വിശേഷമേറിയ, ഏറെ നല്ലത്, ശ്രേഷ്ഠമേറിയ. ഈ പൗരോഹിത്യത്തെ സംബന്ധിക്കുന്ന ഭാഗം തുടങ്ങുന്നത് തന്നെ എന്ത് പറഞ്ഞുകൊണ്ടാ? ആ വാക്യം 4:14 എന്താ? ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടെ കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ. പഴയ നിയമത്തിൽ ശ്രേഷ്ഠ മഹാപുരോഹിതനുണ്ടോ? ഇല്ല. ആരുള്ളൂ? മഹാപുരോഹിതനേ ഉള്ളൂ.
അയ്യോ നിങ്ങളുടെയൊക്കെ ഒരു കഷ്ടമേ. ഞങ്ങൾക്ക് ആരുണ്ട്? നമുക്കാര്? അവിടെ അതാണല്ലോ പറയുന്നത്, നമുക്കുണ്ട്. ആര്? ശ്രേഷ്ഠ മഹാപുരോഹിതൻ. ഏറെ നല്ല പ്രത്യാശയാൽ നമുക്ക് ആ പൂർണ്ണത വരുത്തിയിരിക്കുന്നു. സ്തോത്രം. ജനത്തിന് പൂർണ്ണത വരുത്തുന്ന പൗരോഹിത്യമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനുള്ളത്. പൂർണ്ണത വരുത്തുന്നവനാണ്. നമ്മളത് കണ്ടു. അവിടുന്ന് തികവുള്ളവനാണ്, അല്ലേ? അവിടുന്ന് പാപരഹിതനാണ്, നമ്മൾ ഒന്നാമത് ചിന്തിച്ചു. 2, അവിടുന്ന് തികവുള്ളവനാണ്. അപ്പോൾ ആ തികവുള്ള കർത്താവ് തൻ്റെ അടുക്കൽ വരുന്നവരെ എന്താക്കുന്നു? തികഞ്ഞവരാക്കി തീർക്കുന്നു. തികഞ്ഞവരാക്കി തീർക്കുന്നു, പൂർണ്ണരാക്കി തീർക്കുന്നു. അപൂർണരായവരെ സ്വീകരിക്കാനോ അവരുടെ ആരാധന സ്വീകരിക്കാനോ പ്രാർത്ഥന സ്വീകരിക്കാനോ അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനോ ദൈവത്തിന് കഴിയുകയില്ല. അപ്പോൾ ദൈവം ചെയ്യുന്നത് എന്താണ്? കർത്താവ് ചെയ്തതാണ്. തൻ്റെ പുത്രനിലൂടെ അവരെന്ത് ചെയ്യുന്നു? പൂർണ്ണരാക്കി തീർക്കുന്നു. ആ പൂർണ്ണരാക്കുന്ന പൗരോഹിത്യ ശുശ്രൂഷ യേശു കർത്താവിന് മാത്രമേ ഉള്ളൂ. നമുക്ക് ചോദിക്കാനുള്ളത് അത് തന്നെയാണ്. ഞാൻ ചോദിക്കാറുള്ളത് അത് തന്നെയാണ്. എന്നാ പൂർണ്ണരാകുന്നത്? എത്ര കുർബാന അർപ്പിച്ചിട്ട്, അല്ലെങ്കിൽ എത്ര പാട്ടുകുർബാന നടത്തിയിട്ട്, എത്ര ഒപ്പീസ് ചൊല്ലിയിട്ട്, എത്ര പൗരോഹിത്യ ശുശ്രൂഷകൾ എത്രമാത്രം ചെയ്തിട്ടാണ് നിങ്ങൾക്ക് പൂർണ്ണത ലഭിക്കുന്നത്? നിങ്ങൾ എന്നും അതല്ലേ പ്രാർത്ഥിക്കുന്നത്? പാപികളായ ഞങ്ങൾക്ക് വേണ്ടി. നിങ്ങൾ എന്നാണ് ഈ പാപി എന്നുള്ള നാമധേയത്തിൽ നിന്നൊരു വിടുതൽ ലഭിക്കുന്നത്? ആ മനുഷ്യൻ മരിച്ചാലും അവനാരാ? ഇതന്നെയല്ലേ ചൊല്ലുന്നത്, ഇതന്നെയല്ലേ പ്രാർത്ഥിക്കുന്നത്? പാപിയാണ്. ഓ ദൈവത്തിന് സ്തോത്രം. നമ്മളെ ആരാക്കി? പൂർണ്ണരാക്കി. പേര് മാറ്റി. പാപി, അധർമ്മി, അശുദ്ധൻ എന്ന പേര് മായ്ച്ചു കളഞ്ഞു, ഡിലീറ്റ് ചെയ്തു. മാറ്റിയിട്ട് എന്ത് നൽകി? എന്താ പേര്? വിശുദ്ധൻ, ദൈവമകൻ, അല്ലേ? ഓ സ്തോത്രം. വൃദ്ധൻ, എൻ്റെ പ്രിയർ. റോമാലയത്തിൽ പറഞ്ഞ പ്രിയരും വിശുദ്ധന്മാരും, ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവർ. നല്ലവരായതുകൊണ്ടല്ല, മറ്റുള്ളവരെക്കാൾ നല്ലവരായതുകൊണ്ടല്ല. നല്ലവരാണെന്ന് പറഞ്ഞാൽ അവർ നമ്മളെ തല്ലും, ഓടിക്കും. അല്ല, ഒറ്റ കാരണത്താൽ. എന്താ? ഈ മഹാപുരോഹിതൻ്റെ ശുശ്രൂഷയാൽ നമ്മൾ തികഞ്ഞവരായി ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണരായി തീർന്നിരിക്കുന്നു. 6ാമത്തെ കാര്യം, മുഴുവൻ തീരില്ല എങ്കിലും ഒന്നുകൂടെ പറയട്ടെ. 5-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾ നമ്മൾ വായിച്ച വാക്യം അത് പറയാം, നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തീർന്ന് തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ ഈ മഹാപുരോഹിതൻ്റെ പ്രത്യേകതയാണ്, പൗരോഹിത്യത്തിൻ്റെ പ്രത്യേകതയാണ്. അവിടുന്ന് നിത്യ ജനത്തെ തികഞ്ഞവരാക്കി തീർക്കുന്നു എന്ന് മാത്രമല്ല, അവർക്ക് എന്ത് നൽകുന്നു? ജനത്തിന് നിത്യരക്ഷ നൽകുന്നു. സ്തോത്രം. ഈ വർഷം അപ്പൻ്റെ ആണ്ട് നടത്തിയല്ലോ. അപ്പം മരിച്ചപ്പോൾ പുരോഹിതന്മാരെ കൊണ്ടുവന്ന് നിങ്ങൾ കർമ്മം ചെയ്തല്ലോ. മരണത്തിന് ശേഷം 1-ാം വർഷവും 2-ാം വർഷവും നടത്തിയല്ലോ. രക്ഷ കിട്ടിയോ? രക്ഷ കിട്ടില്ല. എന്താ കാരണം? ലളിതമാണ്. ഈ മഹാപുരോഹിതനെ നിങ്ങളെന്ത് ചെയ്തിട്ടില്ല? ആശ്രയിച്ചിട്ടില്ല. ഈ നിത്യരക്ഷ നൽകുന്ന അനുസരണം പഠിച്ച തികഞ്ഞവനായ പുത്രനായിട്ടും നിന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ദൈവം നിയോഗിച്ച, ദൈവം ആണയിട്ടുറപ്പിച്ച ഈ നിത്യമഹാപുരോഹിതനിൽ നീ എന്ത് ചെയ്തിട്ടില്ല? ആശ്രയിച്ചിട്ടില്ല. ദൈവം ആണയിട്ട് ഉറപ്പിക്കാത്ത പൗരോഹിത്യ ശുശ്രൂഷകളിൽ നീ ഇന്നും ആശ്രയിക്കുന്നത് കൊണ്ട് നിനക്ക് എന്ത് കിട്ടില്ല? നിത്യരക്ഷ ലഭിക്കുകയില്ല. എന്നാൽ നമുക്കത് ലഭിച്ചു. ഓ സ്തോത്രം. എങ്ങനെ ലഭിച്ചു? അവിടെ 7-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ അവൻ സദാ ജീവിക്കുന്നവരാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ. കുറച്ച് വാക്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കൂടെ പറഞ്ഞ് നമുക്ക് അത് പഠിക്കണേ. അതൊക്കെ പ്രധാനപ്പെട്ട വാക്യങ്ങളാണ്. യേശുക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യവുമായി ബന്ധപ്പെട്ടതാണത്. താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി. അയ്യോ സഹോദരങ്ങളെ, ഈ യേശുക്രിസ്തു എന്ന മഹാപുരോഹിതനിലൂടെ വേണം ആരോട് അടുക്കാൻ? ദൈവത്തോട്, സ്വർഗത്തിലേക്ക് പിതാവിനോട് അടുക്കാൻ. അല്ലാതെ ഒരു മഹാപുരോഹിതനും ഒരു പുരോഹിതനും ഒരു പൗരോഹിത്യ കർമ്മങ്ങൾക്കും മനുഷ്യരെ നിത്യരക്ഷ നൽകി രക്ഷിക്കാൻ കഴിയുന്നതല്ല. താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ അവ സദാ ജീവിക്കുന്നവരാകയാൽ
അടുത്ത വാക്ക്, അവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ. പെന്തക്കോസ്ത് സഹോദരന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അതാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന യേശു നിങ്ങളെ പൂർണ്ണമായി രക്ഷിക്കാൻ മതിയായ മഹാപുരോഹിതനാണ്. നിൻ്റെ ഒരു പണിയും വേണ്ട, ഒരു കർമ്മവും ഒരു പ്രയത്നവും ഒരു അധ്വാനവും അതിന് കൂട്ടിച്ചേർക്കാൻ ആവശ്യമില്ല. ഓ സ്തോത്രം, അവൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ തികവുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. എത്ര പറഞ്ഞാലും നമുക്ക് മതിവരാത്ത ഒന്നാണ് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത ഈ വലിയ രക്ഷാവേല എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് 6-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ പറയട്ടെ, നമുക്കൊരു മഹാപുരോഹിതൻ ഉണ്ട്. നമ്മൾ മഹാപുരോഹിതനില്ലാത്ത ആളുകളല്ല, നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. പക്ഷേ ആ മഹാപുരോഹിതൻ എവിടെയുണ്ട്? 10-ാം അധ്യായം 19 നമുക്കറിയാവുന്ന യേശു തൻ്റെ ദേഹമെന്ന, അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീലിൽ കൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി ദേവാലയത്തിൽ നമുക്കൊരു പുരോഹിതനുള്ളത് കൊണ്ട് ദുർമനസാക്ഷി നീങ്ങുമാറ് ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരായി രക്തത്താൽ തളിക്കപ്പെട്ടവരുമായി നാം പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തിൽ അവിടെ ഉണ്ട്. ദേവാലയത്തിൽ നമുക്കൊരു ഒറിജിനൽ ദേവാലയത്തിൽ നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. ആ തുറന്നിട്ട് എന്ത് ചെയ്യുക? കാത്തിരിക്കുക. വരുന്നുണ്ടോ? ജോൺസൺ വരുന്നുണ്ടോ? രാജു വരുന്നുണ്ടോ? ഇന്നയാൾ വരുന്നുണ്ടോ? നോക്കുക. അപ്പോൾ നമ്മൾ ചെല്ലുന്നില്ല. എന്തൊരു കഷ്ടമാണ്. ആ പുരോഹിതൻ, ആ പൗരോഹിത്യ ശുശ്രൂഷ ഭൂമിയിൽ ആരംഭിച്ചതാണ്. ഭൂമിയിൽ ആരംഭിച്ച് അവിടെ തുടരുകയാണ് ആ ശുശ്രൂഷ. ആ പുരോഹിതൻ കാത്തിരിക്കുകയാണ്. എങ്ങനെ ചെല്ലണം? തൽസമയത്ത്, ഓരോ സമയത്ത്. വഴിതെറ്റുന്നു, മനസ്സ് ശരിയല്ലാതെ വരുന്നു എന്ന് തോന്നുമ്പോൾ കരുണയ്ക്കായി ചെല്ലണം, സഹായത്തിന് വേണ്ടി ചെല്ലണം, കൃപയ്ക്ക് വേണ്ടി ചെല്ലണം. എല്ലാ സമയത്തും ആ കൃപാസനത്തോട് അതിങ്ങനെ തുറന്ന് ആ ഒറ്റ കൗണ്ടറേ ഉള്ളൂ കേട്ടോ, ഒറ്റ കൗണ്ടറേ ഉള്ളൂ. അവിടെ ഒരാളേ ഉള്ളൂ. ആ ബെഞ്ചിൽ പൊക്കോ, ആ മേശ, ആ സാറിനോട് ചോദിച്ചു. അവിടെ അങ്ങനെയില്ല. അയ്യോ നിങ്ങൾക്കൊക്കെ തെറ്റ് പറ്റിയല്ലോ, അങ്ങനെയില്ല. ഒറ്റ കൗണ്ടറേ, ഒറ്റ ആളേ ഉള്ളൂ. ആ ആൾക്കെല്ലാം നന്നായിട്ട് എല്ലാ കാര്യത്തിനും അവിടെ ചെന്നാൽ മതി. ഓ സ്തോത്രം. മനസ്സ് വേദനിക്കുന്നുണ്ടോ? സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നുണ്ടോ? രോഗങ്ങളെ ഭാരപ്പെടുന്നുണ്ടോ? എന്ത് കാര്യത്തിനും വഴിതെറ്റിപ്പോകുന്നുവെന്ന് മക്കളെക്കുറിച്ച് അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെക്കുറിച്ച് സഭാജനങ്ങളെക്കുറിച്ച് ആശങ്കപ്പെടുന്നുണ്ടോ? ആ കൃപാസനത്തിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലാം. നമ്മുടെ മഹാപുരോഹിതൻ എന്നേക്കും ജീവിക്കുന്നു. അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.